ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അപ്പം എന്നൊക്കെ പറയുമല്ലോ, ഞങ്ങൾ ഇവിടെ കലക്കി പറഞ്ഞ അപ്പം എന്നാട്ടോ പറയുക. ഭയങ്കര ഇഷ്ടമാണ്. മീൻകറി ഉണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ എൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല കേട്ടോ, ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും മാക്സിമം ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ വീഡിയോൻ്റെ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് താഴെ അറിയിക്കണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് നല്ലൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് പ്രത്യേക രുചി തന്നെയാണ്. വറുക്കാണ്ട് പച്ചക്കരക്കുകയാണെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ അതിലോട്ട് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ പട്ട അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് വറവെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ലഞ്ചും അതുപോലെ മീൻകറിയൊക്കെയാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലോട്ടൊരു 8 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി മീൻകറിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് മീൻകറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, ഉണ്ടാക്കാത്തവർ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഇഞ്ചിയുടെ ഒരു പൊട്ടും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോയി അത് ഏകദേശം ഒരു വേവ് ആവുമല്ലോ, നമുക്ക് കണ്ടാലറിയാം. ആ ഒരു ടൈമിൽ നമുക്കത് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമ്മൾ 2 തക്കാളി, എല്ലാം പഴുത്ത തക്കാളിയാണ് കേട്ടോ. മീൻ കറിക്ക് തക്കാളി നല്ല ടേസ്റ്റാണ്. എത്ര ആഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി മീൻ കറി തന്നെയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമാവാത്തവർക്കും കൂടെ ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് 2 തക്കാളി, പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചോറ് തീമിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇതാക്കണ്ടില്ലേ, വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം, ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി കേട്ടോ. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ പച്ചമണക്കൊന്ന് പോവോളൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് കരിഞ്ഞ് പോകാണ്ടൊന്ന് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കറിക്ക് ഇട്ട് കൊടുക്കാനുള്ള വെണ്ടയ്ക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ആ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ വഴറ്റിയെടുക്കുക കേട്ടോ. ആ വെണ്ടക്ക ഞാൻ അതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ലേശം ഉലുവ ഇട്ട് പൊട്ടിക്കുക കേട്ടോ. ഉലുവ ഇട്ട് പൊട്ടിച്ച ശേഷം കറിവേപ്പില ഉണ്ടായിരുന്നില്ല, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തില്ലേ, ആ ഒരു മസാല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി എന്നിട്ട് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടെ അതിലോട്ട് ഒഴിക്കുക കേട്ടോ. എത്രയാണ് നിങ്ങൾക്ക് കറി വേണ്ടെങ്കിൽ അതിൻ്റെ അത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാലയിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതിലോട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് നോക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ അതിലോട്ട് ഞാൻ വെണ്ടക്ക അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. നമ്മൾ കറി തിളച്ച് വരുമ്പോൾ അതിലല്ലേ വലിയ വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ടാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മീൻ വറുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോനിക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ലേശം ഓടാന്നൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ. നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടായ എണ്ണയിലോട്ട് ഞാൻ അതൊന്നിട്ടൊരു വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. അല്ല പപ്പടമൊക്കെ പൊരിക്കുന്ന പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻകറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ലേശം വലിയ ജീരകം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുത്ത് കോരി വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും മസാല വല്ലാണ്ട് മീൻ പൊരിക്കുന്നതിലും ചേർക്കാറില്ല കേട്ടോ. ഒരു മീഡിയം മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയാണ് കേട്ടോ. തക്കാളി, വെളുത്തുള്ളി അങ്ങനെ ഉണ്ട് ഇട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഇതാ കറി ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ. മുളക് കറി നല്ല മൈദപ്പത്തേക്കും പൊറാട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി കുറച്ച് ഉപ്പേരും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വിളമ്പട്ടെ കേട്ടോ. അപ്പോൾ മീൻകറി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാൻ നമുക്കൊന്ന് കാണാം. പൊട്ടാറ്റോ വറുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമായിട്ട് മക്കൾക്ക്. ബീൻസ് ഉപ്പേരി കൂട്ടില്ല, അപ്പോൾ ഞാൻ പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനൊന്ന് വറുത്ത് വെച്ചതാണ്. നമുക്ക് പിന്നെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടാറ്റോ വെച്ചിട്ടുണ്ട്, നമ്മൾ ബീൻസ് ഉപ്പേരി ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് വയ്ക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഭക്ഷണം കഴിക്കലിന് ഈവനിങ് ആയപ്പോൾ ഇതാ അരിമണി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അരിമണി തേങ്ങ ഇട്ടിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ ഇങ്ങനെ നല്ല മഴയത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ. നമ്മൾ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും. അന്നത്തെ കാലത്തൊക്കെ ഇത് അധികം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.